പെൻഗ്വിനുകൾ പക്ഷികളാണ്, പക്ഷേ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് പറക്കാൻ കഴിയില്ല. പറക്കാൻ കഴിയാത്ത 40ഓളം പക്ഷികളിൽ ഒന്നാണിത്. മിക്ക പെൻഗ്വിനുകളും ദക്ഷിണാർദ്ധഗോളത്തിലാണ് ജീവിക്കുന്നത്. പെൻഗ്വിനുകൾ ഉത്തരധ്രുവത്തിൽ വസിക്കുന്നില്ല. അവ വളരെ സാമൂഹിക സ്വഭാവമുള്ളവയാണ്, കോളനികളിലാണ് ജീവിക്കുന്നത്. വെള്ളത്തിലൂടെ നീന്താൻ തുഴകൾ പോലെ ചിറകുകൾ ഉപയോഗിക്കുന്ന മികച്ച നീന്തൽക്കാരാണ് അവർ. ശ്വസിക്കാൻ ഉപരിതലത്തിലേക്ക് വരുന്നതിനു മുമ്പ് 10 മുതൽ 15 വരെ മിനിറ്റ് വെള്ളത്തിനടിയിൽ കഴിയാൻ അവയ്ക്ക് കഴിയും. വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ അവയ്ക്ക് കഴിയില്ല. അവയുടെ പാദങ്ങൾ ചെറുതായതിനാൽ അവ മഞ്ഞുപാളികളിൽ നിൽക്കുമ്പോൾ അധികം ചൂട് നഷ്ടപ്പെടുന്നില്ല. ഒത്തുചേർന്ന് ചുറ്റിത്തിരിയുന്നതിലൂടെ അവ പരസ്പരം ചൂടായിരിക്കാൻ സഹായിക്കുന്നു. മത്സ്യവും ക്രില്ലുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണക്രമം. ഭക്ഷണത്തോടൊപ്പം അവ കല്ലുകളും വിഴുങ്ങും. കല്ലുകൾ പൊടിക്കാനും ഭക്ഷണം ദഹിപ്പിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രക്തപ്രവാഹത്തിൽ നിന്ന് ഉപ്പ് ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രത്യേക ഗ്രന്ഥി ഉള്ളതിനാൽ അവയ്ക്ക് കടൽ വെള്ളം കുടിക്കാൻ കഴിയും. നീന്തുമ്പോൾ അവയുടെ നിറങ്ങൾ അവയെ മറക്കാൻ സഹായിക്കുന്നു. മുകളിൽ നിന്ന് അവയുടെ കറുത്ത പുറം ഇരുണ്ട സമുദ്രത്തിലേക്ക് ലയിക്കുന്നു. താഴെ നിന്ന് അവയുടെ വെളുത്ത വയറുകൾ തിളക്കമുള്ള പ്രതലവുമായി പൊരുത്തപ്പെടുന്നു. ഇത് അവയെ വേട്ടക്കാരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ പെൻഗ്വിനുകൾ ഉരുകുന്നു. മിക്ക പക്ഷികൾക്കും വർഷം മുഴുവനും ഒരേ സമയം കുറച്ച് തൂവലുകൾ നഷ്ടപ്പെടും. പക്ഷേ പെൻഗ്വിനുകൾക്ക് ഒരേ സമയം എല്ലാ തൂവലുകളും നഷ്ടപ്പെടും. തൂവലുകളില്ലാതെ അവയ്ക്ക് നീന്താൻ കഴിയില്ല. അതിനാൽ തൂവലുകൾ വീണ്ടും വളരാൻ എടുക്കുന്ന 2 മുതൽ 3 വരെ ആഴ്ചയെ അതിജീവിക്കാൻ അവ ഉരുകുന്നതിന് മുമ്പ് ധാരാളം ഭക്ഷണം കഴിക്കുന്നു.